ആർക്കും പൈസ കിട്ടൂല. അപ്പൊ സ്വന്തം സ്വലാത്ത് വേണമാണ്, സ്വലാത്ത് നഗർ വേറെ. ഇനി ഈ ആൾക്കൊരു പൈസ കിട്ടണമെങ്കിൽ അത് കിട്ടൂല. അതെന്ത് വേണം? സ്വലാത്തുൽ ഫാത്തിഹ്. സ്വലാത്ത് എന്ന് കേട്ട നമ്മളൊക്കെ ഏതൊരു മനുഷ്യനൊന്ന് വീഴൂലേ? ആ സ്വലാത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുക. എന്നിട്ട് യതീം കുട്ടികളെ പേര് പറഞ്ഞ നമ്മളെ സായിബാബയും അമൃതാനന്ദമയൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന പോലെ കുറെ ചാറ്റിന്റെ പേരൊക്കെ കൊടുക്കുക. എന്നിട്ട് രാവിലെ 5:30 മണി മുതൽ സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞ് ഇരുന്ന് ചൊല്ലിപ്പിക്കുക. എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക. എന്നിട്ട് കിട്ടിയ സ്വർണത്തിന്റെ മാലകളും പിടിച്ച് നടക്കുക. ഈ സ്വലാത്തുൽ ഫാത്തിഹിലേക്ക് വന്നാൽ ഏത് രോഗവും മാറും, ഏത് പ്രശ്നം തീരും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുപോയി വിളമ്പിക്കൊടുക്കുക. ഈ മനുഷ്യന് സുഖമില്ലാതെ വന്നിട്ട് ഡോക്ടർക്ക് പോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സ്വലാത്ത് എല്ലിക്കോളി എന്നല്ല പഠിപ്പിച്ചു കൊടുത്ത്, നിങ്ങൾ രാവിലെ നീച്ച് ഓടിക്കോളിയും പന്തളിക്കാൻ പോയിക്കോളും. പന്തളിക്കുന്ന വീഡിയോ കണ്ട് മൂപ്പരെ. അപ്പൊ എന്താ സ്വലാത്തില്ലേ? സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് ക്യാൻസർ മാറ്റുന്നാണ്. സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് എന്തൊക്കെ പ്രശ്നം മൂപ്പര് മാറ്റുന്ന പറഞ്ഞ് നോക്കി നിങ്ങൾ. എങ്കിൽ അതേ വ്യക്തി മൂപ്പർക്ക് സുഖമില്ലാതായപ്പോ നീച്ച് പന്തളിക്കാൻ ഓടി. കാന്തപുരസ്താവിനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? എന്താ ജനങ്ങളോട് പറയണത്? കണ്ണൂരിലെ സത്താറിന് 3 ഡയാലിസിസ് വന്നിട്ട് മതി എന്നാണ് പറഞ്ഞു കാന്തപുരസ്താദ്. പിന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. കാന്തപുരസ്താദിന് കണ്ണിന് തിമിരം ബാധിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ പെരിന്തൽമണ്ണ ആശുപത്രിക്കാണ് വന്നത്. ഇത് സ്വന്തം കണ്ണിന് ആശുപത്രി പോയിട്ട് ചികിത്സിക്കാൻ വേണ്ടി പെരിന്തൽമണ്ണക്ക വന്നത്. എന്നിട്ട് ആ മനുഷ്യനെ മറ്റവന്റെ കിഡ്നി 3 ശരിയാക്കി തരാന്ന് പറയുന്നത്. ഇതൊക്കെ വിശ്വസിക്കുന്ന ഈ അന്ധക്കേടുകൾ, ഈ വിവരക്കേടുകൾ കുടുംബങ്ങളുടെ അകത്ത് വരികയും ഒട്ടനേകം മരണങ്ങളും ദുരന്തങ്ങളും കൊലപാതകങ്ങളും സാമ്പത്തിക ചൂഷണങ്ങളും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാണ് ഒരു വിശ്വാസി പാഠമാകേണ്ടത്. എന്താ വിശ്വാസിയോട് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങളെ രക്ഷിക്കണം, വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണം. എവിടുന്ന്? നാറാ. ഇതൊക്കെ അവസാനിക്കും. ഒരു തീ വരാനുണ്ട്. ആളിക്കത്തുന്ന ഒരു തീ നരകമാണ്. ആ നരകത്തുനിന്ന് നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടണം. രക്ഷപ്പെടുത്താൻ നീ ശ്രമിക്കണം. മനുഷ്യരും കല്ലുകളുമാണ് അവിടെ കത്തിക്കപ്പെടുന്നത്. ശക്തരായ മലക്കുകളാണ് അവിടെയുള്ളത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇസ്ലാം എന്തെല്ലാം മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, തറക്തു ഫീക്കും നംറൈൻ, 2 കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, അത് 2ഉം മുറുകെ പിടിച്ചോ, പിഴക്കൂല, നശിക്കൂല. കിതാബ് അല്ലാഹുവിന്റെ കിതാബ് പഠിച്ചോ, ജീവിതത്തിൽ പകർത്തിക്കോ. വസുന്നത റസൂലി, റസൂലിന്റെ ചര്യ പഠിച്ചോ, പകർത്തിക്കോ. നിനക്ക് നശിക്കാനുള്ള ഒരു വഴിയും അവിടെയില്ല. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞാലും നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ ഭിന്നതകൾ വന്നാലും അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചോ. അല്ലാഹു അലൈഹാ ബിന്നവാജിദി, അണപ്പല്ല് കൊണ്ട് മുറുകെ പിടിച്ചോ. കുട്ടികളോട്, കുടുംബത്തോട് ദീനിന്റെ ചിട്ടകൾ ചെറിയ പ്രായം മുതൽ അല്ലിമൂഹും അദ്ദിബൂഹും. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നരകത്തുനിന്ന് രക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് ഇൽമു കൊടുത്തോ, അദ്ദിബൂഹും, അവർക്ക് നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കാൻ നീ ശ്രമിച്ചോ. അങ്ങനെ കുടുംബം ഒന്നടങ്കം അള്ളാഹുവിന്റെ ദീന് പഠിച്ചുകൊണ്ട് അതിനകത്തുള്ള ആ കൃത്യമായി കൊണ്ട് ഹലാലായത് ഹലാലായി കാണുക. വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, നല്ലതായ കാര്യങ്ങളൊക്കെ അള്ളാഹ് ഹലാലാക്കി തന്നിട്ടുണ്ട്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളൊക്കെ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമിലേക്ക് നമ്മൾ അടുക്കാൻ പാടില്ല. ഹലാലുകളെ ഹലാലായി കാണുകയും വേണം. എന്നാൽ അതിനപ്പുറത്ത് ഇസ്ലാം വിലക്കിയിട്ടുള്ള ഒട്ടനേകം കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിർക്കിന്റെ ഖുറാഫാത്തിന്റെ തുടക്കങ്ങൾ, വീട് താമസം മുതൽ നമ്മുടെ നാടുകളിൽ എന്തെല്ലാം നടക്കുകയാണ്. രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുത്തുബിയത്ത്, രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകാതെ, ജമാഅത്തിന് പോകാതെ വീട്ടിലാണ് അന്നത്തെ പരിപാടി. അന്ന് പള്ളി ജമാഅത്തിൽ ഒറ്റ കുട്ടിക്ക് എന്തേ വീട് താമസമാണ്. എല്ലാവരും നിസ്കാരമൊക്കെ ഈ പള്ളിന്ന് ഉസ്താദ് വരെ എങ്ങട്ടാ നിസ്കരിക്കാൻ. എന്നിട്ട് ചീരണിയും പാർട്ടിയും പരിപാടി നടത്തുക. എന്തേ കാരണം? വീട്ടിൽ ബർക്കത്തുണ്ടാവാനാണ്. നിസ്കാരത്തെക്കാൾ വലിയ ബർക്കത്താണോ അത്? ഇങ്ങനെ ഏത് രംഗത്തെടുത്ത് നോക്കിയാലും ഖബർ സന്ദർശിക്കാൻ പറഞ്ഞു. എന്തിനാ? ഫസൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വ തുദക്കിറുകുമുൽ ആഖിറ, മരണം ഓർക്കാൻ നല്ലതാണ്, പരലോകം ചിന്തിക്കാൻ നല്ലതാണ്. അതേ സമയത്ത് സ്ത്രീകളോട് പറഞ്ഞു, ലഅനല്ലാഹു സുവാറാത്തുൽ ഖുബൂർ,
ഖബറുകൾ അമിതമായി സന്ദർശിക്കുന്ന സ്ത്രീകളെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, കുടുംബത്തിൽ മക്കളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, നമ്മുടെ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞ പോലെ പറയും, എന്നാലേ നാളെ വണ്ടി കയറിക്കോ, ഞങ്ങളൊരു സിയാറത്ത് പോകുന്നുണ്ട്. എവിടേക്കാ സിയാറത്ത്? അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട, ഉള്ളാൾ, ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ പണി? അവിടെ പോയി പൈസ ഇടുക, അവിടെ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി ജാറമിടുക, നമ്മുടെ എന്ത് പ്രശ്നങ്ങളും തീരുന്ന. ഇങ്ങനെ കുറെ പൈസയും കൊടുത്ത് ഇത്തരം കേന്ദ്രങ്ങളിൽ പോയിട്ട് അവിടെ എന്താ നടക്കുന്നത്? ഒരു സാമ്പിൾ ഇപ്പൊ അടുത്ത് ഈ 2025 കഴിഞ്ഞൊരു സാമ്പിൾ തരാം. അവിടെ ഉള്ളാൾ ഉറൂസ് നടന്നിട്ടുണ്ട്. ഉള്ളാൾ ഉറൂസിന് എന്താ നടന്നത് എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഒരു രംഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ തേന് ചെറിയ കുട്ടിയാക്ക് കൊടുക്കുക, നല്ല വിവരം ഉണ്ടാവും, ഹാഫിളീങ്ങളായി കിട്ടും. താത്തക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങള് ചാവക്കാട് ബർദാൻ തങ്ങളെ മക്കാമിൽ വന്നിട്ട് വയർന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു തേന്റെ കുപ്പി ഞാൻ 1550 വാങ്ങിയിരുന്നു. എൻ്റെ മകൻ ഈ കഴിഞ്ഞ കൊല്ലം ഹാഫിളായി ഇറങ്ങി. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മക്കള് ഹാഫിളീങ്ങളാകാൻ, ബുദ്ധി കൂടാന്, നാവിന്റെ വിക്ക് മാറാന്, നിങ്ങളെ മുട്ടുവേദന മാറാന്, നിങ്ങൾക്ക് ഊരവേദന മാറാന് ഒരു 1555 റുപ്യ ആരാ സംഭാവന തരിക? അൽഹംദുലില്ലാ. ശരി, ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ ഒരു ഭാഗത്ത് എത്തുന്നുള്ളൂ. ഈ സംഭവം എന്താണെന്ന് അറിയോ? ജനങ്ങളുടെ കയ്യിൽ നിന്ന് സമ്പത്ത് മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു സ്വർണ്ണമാലന്റെ കഥ പറഞ്ഞ പോലെ ഈ ഷെയ്ഖുനന്റെ പ്രത്യേകത, ഇയാളത്തെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വിൽക്കാണ്ടാവും. കഴിഞ്ഞൊരു വയലിൽ ഞാൻ കാണിച്ചിരുന്നു, അന്ന് വിൽക്കാണ്ടായിരുന്നു ഓറഞ്ച് മൂപ്പര കയ്യിൽ. അപ്പോൾ ഒരു ഓറഞ്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ഓറഞ്ച് പറക്കത്തുള്ള ഓറഞ്ചാണ്, 101 രൂപ കൊടുത്താൽ ആർക്കാ വേണ്ടെന്ന് വെച്ചു. ഒരു ഓറഞ്ചിന് 101 റുപ്യ. ഇപ്പൊ മൂപ്പര കയ്യിൽ തേനുണ്ട്. വേറൊരു വയലിൽ മൂപ്പര് പറയുന്നുണ്ട്, മൂപ്പരെടുത്ത് ചാവുകടലിലുള്ള വെള്ളം ഉണ്ട്. ഏത്? ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിനെ മുക്കി നശിപ്പിച്ച വെള്ളമുണ്ട് മൂപ്പര കയ്യിൽ ബർക്കത്തിന് വെച്ചിട്ടുണ്ട്. ആ അത്രക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇനിയിപ്പോ ഒരു തേന് കിട്ടിയിട്ട് 400 റുപ്യന്റെ തേന്, ആ വീഡിയോ ഒന്നുകൂടി ഓണായി കൊടുത്ത മോനെ, 400 രൂപന്റെ തേന് മൂപ്പര് എത്ര രൂപക്കാ വിൽക്കണ നോക്ക്. നല്ല വിവരം ഉണ്ടാവും, ഹാഫിളീങ്ങളായി സ്റ്റാർട്ടിങ് ഞാനൊരു താത്ത ഒരു 1555 റുപ്യ ഈ തേന് ചെറിയ കുട്ടിയാക്ക് കൊടുക്കുക, നല്ല വിവരം ഉണ്ടാവും, ഹാഫിളീങ്ങളായി കിട്ടും. അപ്പൊ മിഞ്ഞാന്നൊരു താത്ത എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങള് ചാവക്കാട് ബർദാൻ തങ്ങളെ മക്കാമിൽ വന്നിട്ട് വയർന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു തേന്റെ കുപ്പി ഞാൻ 1550 വാങ്ങിയിരുന്നു. എൻ്റെ മകൻ ഈ കഴിഞ്ഞ കൊല്ലം ഹാഫിളായി ഇറങ്ങി. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മക്കള് ഹാഫിളീങ്ങളാകാൻ, ബുദ്ധി കൂടാന്, നാവിന്റെ വിക്ക് മാറാന്, നിങ്ങളെ മുട്ടുവേദന മാറാന്, നിങ്ങൾക്ക് ഊരവേദന മാറാന് ഒരു 1555 റുപ്യ ആരാ സംഭാവന തരിക? അൽഹംദുലില്ലാ. 2000 റുപ്യ കൊടുത്താലും കുഴപ്പമില്ല. ഈ മനുഷ്യന്മാർക്ക് ബുദ്ധി വെക്കാൻ പറ്റിയ വല്ല തേനും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എടുത്ത് കൊടുക്കാം. കുട്ടികൾ ബുദ്ധി വെക്കാനും ഹാഫിളീങ്ങളാകാനും 1555 റുപ്യന്റെ തേന്, ഊരവേദനക്ക് തേന്, കാൽമുട്ടുവേദനക്ക് തേന്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കൗമിന്റെ മുമ്പിൽ ഇവർ കൊടുക്കുന്നത്? ഇത് നൽകാൻ ആളുകൾ ക്യൂ നിൽക്കുക. ഇതിന് ഇവരെ വലിയ ശൈഖുനമാരായി ജനങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കുക. ഇവർക്ക് ഭക്ഷണവും വിരുന്നും തക്കാരവും എല്ലാം നൽകി ജനങ്ങൾ ഇവരെ സ്വീകരിക്കുമ്പോൾ ഇവർ ജനങ്ങളെ വഞ്ചിക്കുക. അതുകൊണ്ടാണ് പരലോകത്ത് വന്നിട്ട് ചിലർ വിലപിച്ച് നരകത്തിന്റെ മുമ്പിൽ റബ്ബനാ ഇന്നാ തൈനാ സാദതനാ വകുബറാനാ, ഞങ്ങളുടെ സയ്യിദന്മാരെ സാദാത്തിങ്ങളെ കുബറാക്കന്മാരെ ഞങ്ങളങ്ങ് അനുസരിച്ചു പോയി, ഫാദല്ലൂന സബീലാ, ഞങ്ങളെ പിഴപ്പിച്ചു ഇവര്. റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, റബ്ബേ ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം. വൽഅൻഹും ലഅനൻ കബീറാ, വലിയ ശാപം കൊടുക്കണേ എന്ന് പുരോഹിതന്മാർക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് നാളെ പരലോകത്ത് പ്രാർത്ഥിക്കുമെന്നാ പറഞ്ഞത്. ഇസ്ലാം പഠിപ്പിച്ച ഒട്ടനേകം ഖൈറിന്റെയും ബറക്കത്തിന്റെയും മാർഗങ്ങളുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്, ഖബർ സന്ദർശിക്കണം, അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. എന്നാൽ ഖബർ ഉത്സവങ്ങൾ, ഖബർ ആഘോഷങ്ങൾ, ഖബറിങ്കലാണ് എല്ലാ ചടങ്ങും, ആനയും അമ്പാരിയും കുതിരകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ളാളത്തേക്ക് പല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പോകുന്നവരുടെ ഉറൂസിന്റെ ഒന്നാമത്തെ രംഗമൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവിടെ ആണും പെണ്ണൊന്നും വേർതിരിവില്ല. മക്കളെ കൈവിടണ്ട, മക്കളെ ബിൽക്കുൽ കൈവിടത്തില്ല. മക്കളെ കൈവിട്ടിട്ടെങ്കിൽ നിങ്ങൾ കിടാവ് കിട്ടുന്ന 4 ഗണ്ട വേണം. കിടാവും മക്കളും അതേപോലെ ബംഗാൾ അവിടെ ഫിത്നയുടെ ആയത്തില്ല, ഹിജാബിന്റെ പ്രശ്നമില്ല.
അവിടെ ആണും പെണ്ണും വേറെ വേറെ ഗേറ്റിൽ കൂടെ വരണമെന്നോ വേറെ വേറെ വാതിൽ വേണമെന്നൊന്നുമില്ല. എങ്ങനെയുമാകും. പെണ്ണെങ്ങാനും ദീന് കേൾക്കാൻ, ഹുത്ബ കേൾക്കാൻ, ഒന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ പോയാൽ ഒട്ടനേകം ഫിത്തിന പറയുന്ന മനുഷ്യരുടെ ഉത്സവ പറമ്പായി ഖബറുകൾ മാറുകയും ആ നിലക്ക് ചൂഷണം ചെയ്യപ്പെടുകയുമാണ്. ഇനി അതുമാത്രമല്ല, അതിന്റെ തൊട്ടടുത്ത രംഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. അവിടുത്തെ ഉത്സവത്തിന്റെ ഒരു മെയിൻ കേന്ദ്രം നോക്കൂ നിങ്ങൾ. കുതിരത്തിനാല ജലമുകളിൽ നടന്നുള്ള താജുള്ള കുത്തുബുസമാന ഉള്ളാളിൽ മറഞ്ഞുള്ള ഒലിയുള്ള കുതിരത്തിനാല ജലമുകളിൽ നടന്നുള്ള താജുള്ള അമ്പവൻ ദീനിൻ ഇമ്പ് പകർന്നൊലിയുള്ള ആണ്ടവൻ തോനെ ശറഫുകളേറ്റിവരിൽ നീ യാ അല്ലാഹ്. ഇതാണ് അവിടെ കണ്ടോ, ആണും പെണ്ണും ഒക്കെയായി ആകെ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞിക്കൊരു നൂല് വെക്കാൻ ഗ്യാപ്പില്ല. രണ്ട് വഴിയിലൂടെ ആണിന് വേറെയും പെണ്ണിന് വേറെ വഴിയും സൗകര്യങ്ങളൊക്കെ ഒരുക്കി ഒരു മുജാഹിദ് പള്ളിക്കെങ്ങാനും ആരെങ്കിലും പോയ എന്തൊക്കെ പുകില നമ്മുടെ നാട്ടിൽ. ഇവിടെ എന്തുണ്ട് പറയാൻ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ്, നബിതങ്ങൾ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ. നസാറാക്കളെയും യഹൂദികളെയും ശപിച്ചിരിക്കുന്നു. കേൾക്ക്, എന്തുകൊണ്ട്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അംബിയാക്കന്മാരുടെ ഖബറുകൾ ആരാധനയുടെ കേന്ദ്രമാക്കി. അംബിയാക്കന്മാരുടെ ഖബർ ആരാധിച്ചിട്ട് പോലും ലഅനത്തുണ്ട് എന്നാ പഠിപ്പിച്ചത്. എന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പൊ പറയും, ഉള്ളാൾ ദർഗ ഉറൂസിന് കർണാടക സർക്കാർ 3 കോടി അനുവദിച്ചിട്ടുണ്ട്, സുന്നത്തല്ലെങ്കിൽ പോലും അനുവദിച്ചു തരുമെന്നാ ചോദിക്കുന്നത്. DK ശിവകുമാറിന്റെ വക 50 ആട് കിട്ടിയിട്ടുണ്ട്, വാർത്ത ചാനലിൽ. ഇതൊക്കെയാണ് കറാമത്തും പോലീസുകൾ, ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, നിങ്ങൾ മാത്രമാണ് അംഗീകരിക്കാത്തത്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആ വിഷയത്തിന്റെ ഒരു ഭാഗം അവിടെ അവസാനിപ്പിക്കുക. ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ സ്ത്രീകളെ, കുട്ടികളെ, കുടുംബങ്ങളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായി കിട്ടുന്ന അവസരങ്ങളെല്ലാം അംറും ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തോടെ ഈ ആയത്തുകൾ, ഹദീസുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയോടെ നമ്മൾ സമൂഹത്തിന്റെ മുമ്പിലിറങ്ങി സംസാരിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ ഇവർ പറയും ഇവർ പഴച്ചോരാണ്, ഇവർ പുത്തൻവാദികളാണ്, ഇവർ പറയുന്നതൊന്നും നിങ്ങൾ അനുസരിക്കരുത്, കേൾക്കരുത്, ഇവരെ കണ്ടാ മിണ്ടരുത്, സലാം പറയരുത്, ബാപ്പയായാലും അമ്മോശനായാലും മിണ്ടാനും പാടില്ല, ഇവരോട് നോക്കാനും പാടില്ല, ഇവരെ ബഹിഷ്കരിക്കണം. എന്താ പ്രശ്നം? ഇവർ ഖുർആനിലും ഹദീസിലുള്ളത് മാത്രം അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. ഒരു ഉസ്താദ് ജനങ്ങളോട് കൊടുത്ത ഭീഷണി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പൊ തീരുമാനിക്കണം, ഞാനത് സൗണ്ട് കൂട്ടുവാൻ എന്റെ തെറ്റ് ഞാൻ ഒഴിവാക്കി, നാളെ പോയി കാണും. ഉമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉമ്മനോട് മുണ്ടില്ല. ഉമ്മ അങ്ങനെ പറയാ, വാപ്പ എങ്ങനെ പറയാ, ഇല്ല അമ്മോശൻ എന്നോട് എങ്ങനെ കാട്ടുക, അമ്മായി എന്നോട് എങ്ങനെ കാട്ടുക, വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ആ സ്ഥാനത്ത് അമ്മോശന് വഹാബിയാണ്, നിങ്ങൾ മുണ്ടണ്ട, നിങ്ങൾ തെറ്റിക്കോളി. സാക്ഷാൽ വാപ്പ വഹാബിയാണെങ്കിൽ നിങ്ങൾ മുണ്ടണ്ട. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. വാപ്പ വഹാബി മരിച്ചപ്പോൾ നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. വാപ്പ വഹാബി മരിച്ചപ്പോൾ നിസ്കരിച്ചില്ല, നിസ്കരിക്കാൻ പാടില്ല. പറ്റുമോ? പറ്റൂല. അത് പറയണം. ഇയാളെ പേരെന്നെ തുറാബ് എന്നാ. തുറാബ് പറഞ്ഞ മണ്ണ് എന്നാണ്. ഇയാളെ കാലുമ്മയാണോ മണ്ണ്, തലയിലാണോ മണ്ണ് എന്നറിയില്ല. തുറാബ് തങ്ങളെന്ന പേരേ. വാപ്പ മുജാഹിദാണെങ്കിൽ മരിച്ചാ നിസ്കരിക്കരുതെന്നാ പറഞ്ഞത്. എന്താ മുജാഹിദിന്റെ പ്രശ്നം? ഇതൊക്കെ എതിർക്കുന്നവരാണ് പ്രശ്നം. ഇവരുടെ അന്നം മുട്ടുന്നുള്ളതാണ് പ്രശ്നം. ഇവരുടെ എല്ലാ ആശയങ്ങളും തുറന്നു കാണിക്കൊരു മുജാഹിദ്. ഇവിടെ TK സംസാരിച്ചപ്പോൾ എന്താ മുജാഹിദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിന്റെ ഒരു മർമ്മം പറയാൻ വേണ്ടി പറയാണ്. ദീന് മുറുകെ പിടിച്ചാൽ നമ്മളെ ബഹിഷ്കരിക്കും, മിണ്ടാതെയാവും, പല പ്രതിസന്ധികൾ കടന്നു വരും. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് വാപ്പ പറഞ്ഞത്, ഞാൻ ഈ പറയുന്നതിന് വിരുദ്ധമായി നീ സംസാരിച്ചാൽ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കും. എന്താ വാപ്പാനോട് പറഞ്ഞത്? ബാപ്പ വിഗ്രഹങ്ങൾ ആരാധിക്കരുത്,
കാണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളെ ആരാധിക്കരുത്. ഈ സൗണ്ട് കറക്റ്റ് മോനെ, സൗണ്ട് കറക്റ്റ് കിട്ടുന്നില്ലല്ലോ. ഉപകാര ഉപദ്രവം ചെയ്യാത്ത ഈ വസ്തുക്കളെ വാപ്പ ആരാധിക്കരുത് എന്ന് പറഞ്ഞു. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഉപകാര ഉപദ്രവം ചെയ്യാത്ത, കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത വസ്തുക്കൾ എന്തിനാ വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? ഇത് ചോദിച്ചാൽ മതി. അപ്പോഴാ വാപ്പ പറഞ്ഞത്, നിന്നെ പുറത്താക്കും, എറിഞ്ഞു കൊല്ലും. ത്വായിഫിലേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ എന്തിനാണ് അവർ കല്ലെറിഞ്ഞത്? അല്ലാഹുവിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ. മക്കയുടെ വിരിമാറിൽ ഹബ്ബാബും ഹുബൈബും ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാ ത്യാഗികളായ മനുഷ്യർ എന്തിനാണ് ആ ശരീരത്തിന്റെ പച്ച മാംസത്തിൽ ത്യാഗം സഹിച്ചത്? പടച്ചവനിലേക്കുള്ള അടിയുറച്ച വിശ്വാസമാണ്. നാട്ടുകാർ പലതും പറഞ്ഞു പിഴച്ചവരാണ്, പുത്തനാശയക്കാരാണ്, ഇവരാണ് ഈ നാട്ടിൽ ഭിന്നത ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞപ്പോഴും അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചൊരാദർശത്തിന്റെ വക്താക്കളാണ് നമ്മൾ. അതായി മാറേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം പറയാം. അടുത്തൊരു ഭാഗം എല്ലാവരും ശ്രദ്ധിച്ചു നോക്കും. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് കുട്ടിക്കുറ്റവാളികൾ വ്യാപിച്ചു കൊണ്ടിരിക്കുക. തെരുവുനായകളും കുട്ടിക്കുറ്റവാളികളും നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപിക്കുക. ചെറിയ ചെറിയ മക്കള് ഓരോ കേസുകളിൽ ചെന്ന് പിടിക്കപ്പെടുകയാണ്. ഒരു മേരിബെല്ലിന്റെ ചരിത്രം ഈ അടുത്ത് വായിക്കേണ്ടായി. മാർട്ടിൻ ബ്രൗൺ എന്ന 4 വയസ്സുള്ള കുട്ടിയെ കൈപിടിച്ച് ഇംഗ്ലണ്ടിലെ ന്യൂ കാസിൽ നഗരത്തിൽ ഒരു വീട്ടിൽ കയറിയിട്ട് ആ കുഞ്ഞിന്റെ കഴുത്തറുത്ത് കൊന്നത് കേവലം 11ാമത്തെ പിറന്നാളിന്റെ ദിവസത്തിലായിരുന്നു. മേരിബെല്ല് ഒരു 11കാരൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അമർജിത് സാദ എന്ന് പറയുന്ന ബീഹാറുകാരൻ 8 വയസ്സേ ഉള്ളൂ. കാണുന്ന കയ്യിൽ കിട്ടുന്ന ചാൻസ് ഒത്തു വന്നാൽ ചെറിയ ചെറിയ കുട്ടികളെ അവൻ കൊന്നുകളയും. അതേപോലെ തന്നെ ഇന്ത്യക്കാരനായ ഒരു പയ്യന്റെ വാർത്ത, 19 വയസ്സുകാരനെന്ന് വാപ്പാന്റെ അച്ഛന്റെ ബാങ്കിൽ നിന്ന് 11 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. എന്തിനായിരുന്നു? സുഖജീവിതത്തിനു വേണ്ടി. നമ്മുടെ നാട്ടിലെ ഷഹബാസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സുകാരന്റെ ജീവൻ എടുത്തതിൽ എത്ര ചെറിയ പ്രായക്കാരാണ് അതിന്റെ പിന്നിലുള്ളത്? അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തിലെ എത്ര പേരെയാ കൊന്നുകളഞ്ഞത്? സ്വന്തം അനിയനെ വരെ കൊന്നുകളഞ്ഞില്ലേ? ഇങ്ങനെയുള്ള കുറ്റവാളികളുടെ എണ്ണം ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലമാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മക്കള് അള്ളാഹുവിൻ്റെ വലിയ ഒരു പരീക്ഷണമാണ്. ചിലപ്പോൾ മക്കളിലൂടെ, ഭാര്യമാരിലൂടെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും. ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വുൻ ലക്കും ഫഹ്ദറൂ. നിങ്ങളുടെ ഇണകളിൽ നിന്ന്, നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. വീട്ടിൽ നമുക്ക് ശത്രുക്കൾ വരാം. അവരെ ശരിയായ രൂപത്തിൽ തർബിയത്ത് കൊടുത്ത് നമ്മൾ വളർത്തിയില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചില വാർത്തകളും സംഭവങ്ങളും വരാതിരിക്കാൻ നമ്മൾ ഏറെ ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ സന്ദർഭം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മക്കളുടെ ജീവിതത്തിൽ ഒരു ബാപ്പക്കും ഉമ്മക്കും ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ആ മക്കള് പിഴക്കാതിരിക്കാൻ, നശിക്കാതിരിക്കാൻ, ലഹരിയുടെ പിന്നെ പിടയാടുകളായി മാറാതിരിക്കാൻ, അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന കുറ്റവാളികളുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ കുട്ടി വരാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധേയമായ 4 കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. 1 സ്നേഹമാണ്, 2 സ്വാതന്ത്ര്യമാണ്, 3 അംഗീകാരമാണ്, 4 പ്രശംസയാണ്. കുട്ടിനെ അവന്റെ നന്മകളിൽ പ്രശംസിക്കാൻ നമുക്ക് കഴിയണം. ആവശ്യമായ സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയണം. അങ്ങനെ പിടിച്ചു മുറുക്കി ഒരിക്കലും മക്കളെ വളർത്തരുത്. അംഗീകരിക്കേണ്ടതിന് അംഗീകാരം കൊടുക്കണം, അല്ലേ? സ്നേഹമാണ് പ്രിയപ്പെട്ട വാപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ കുടുംബത്തിനകത്ത് ഭർത്താവിന് ഭാര്യ കൊടുക്കേണ്ടത്, വാപ്പാക്ക് ഉമ്മാക്ക് മക്കൾ കൊടുക്കേണ്ടത്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ വേണ്ട ഏറ്റവും സുപ്രധാനമായത് ഭക്ഷണത്തേക്കാൾ, വസ്ത്രത്തേക്കാൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സ്നേഹമാണ്. നല്ല സ്നേഹവും പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന ഒരു കുട്ടി ഒരു പിഴച്ച കൂട്ടുകെട്ടിലേക്ക് ചെന്ന് വീഴാനുള്ള സാധ്യത 14% ഉള്ളൂ. നല്ല സ്നേഹവും പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന ഒരു കുട്ടി ലഹരിയുടെ മടിത്തട്ടിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്.
ആരോട് വേണമെങ്കിലും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികൾക്ക് ആവശ്യമായ സമ്മാനങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന്, ഉപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് തന്നെ ലഭിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. പോലീസുകാരെ പോലെ വെറും വിരട്ടുന്ന ആളുകൾ മാത്രമായി നമ്മൾ മാറാതിരിക്കുക. ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുക. നസീഹത്തോടെ, സ്നേഹത്തോടെ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഇടപെടാൻ കൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾ എന്ന നിലക്ക് അവരോടുള്ള നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒട്ടനേകം കാര്യങ്ങളിൽ ചില കാര്യങ്ങളാണ് അവർക്ക് ചില വിലകൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താ? പണത്തിനൊരു വിലയുണ്ട്. ബാപ്പ ഇങ്ങനെ പൈസ അയക്കുക, ഇവിടെ ചെക്കൻ ഐഫോൺ കൊണ്ട് നടക്കുക. ബാപ്പ അവിടെ കീപാഡ് ഫോൺ കൊണ്ട് നടക്കുന്നത്, ഇവ ഐഫോണോടെ നടക്കുന്നത്. ബാപ്പാടത്ത് സൈക്കിളില്ല, മകന്റെ അടുത്ത് വലിയ ഹിമാലയം ബൈക്ക് കൊണ്ടാണ് നടക്കുന്നത്. പണത്തിന്റെ വില എന്താന്ന് മക്കളെ പഠിപ്പിക്കുക. ഭാര്യ ഭർത്താക്കന്മാര് പണത്തിന്റെ വില മനസ്സിലാക്കുക. സമയത്തിന് വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളെ കുറിച്ച് ബോധം ഉണ്ടാക്കാൻ കുട്ടികൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ സമയത്തിന്റെ വില എത്ര വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുക. ആരോഗ്യം, മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ ഒന്നങ്ങ് ചെരിഞ്ഞ് കിടന്നാൽ, ഒരു സൈഡിലേക്കൊന്ന് തളർന്നാൽ, ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ശരീരത്തിലെ ഇന്ന ഭാഗത്ത് ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ ഈ ആവേശമൊക്കെ കെട്ടടങ്ങും. നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഹുങ്കുകളൊക്കെ അതോടുകൂടെ തീരുമാനമാകും. എന്നും സ്ഥിരമായി തലവേദനിക്കുന്നു, തലയുടെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഒൽപ്പമൊന്ന് പിറകോട്ടേക്ക് മാറിപ്പോകും. പണത്തിനും സമയത്തിനുമൊക്കെ വിലയുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ മൂല്യമുണ്ട് എന്ന് പഠിപ്പിക്കാനും ധാർമ്മികമായി മദ്രസകളുടെ ആവശ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനടക്കം കുട്ടികൾക്ക് വേണ്ട നിരവധി അനവധി തർബിയത്ത് ലഭിക്കേണ്ടുന്ന സമയമാണ് എന്ന ബോധം നമുക്ക് ആവശ്യമാണ്. കുട്ടികൾക്ക് തർബിയത്ത് ലഭിക്കേണ്ടത് ആ സന്ദർഭത്തിലാണ്. അവിടെ കൃത്യമായി അത് കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരു കുടുംബത്തിൻ്റെ കൃത്യമായി കൊണ്ട് അജണ്ടകൾ വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് പണവും എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ അവരെ പരിഗണിക്കേണ്ടതാണ്. മക്കളുടെ നന്മക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. എൻ്റെ കുട്ടി നന്നാവൂല എന്നല്ല പറയേണ്ടത്, നിന്നെ കൊണ്ട് ഉപകാരമില്ല എന്നല്ല പറയേണ്ടത്. എൻ്റെ കുട്ടിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവണേ, കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലാ തദ്ഉ അലാ അംവാലിക്കും വലാ ഔലാദിക്കും, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. സമ്പത്തിനെതിരായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. മക്കൾക്ക് കൃത്യമായി കൊണ്ട് മതം പഠിപ്പിക്കുന്നവരായി നമ്മൾ മാറണം. അതാണ് നമ്മൾ ഖുർആൻ ക്ലാസ്സുകളും CREകളും എല്ലാ സംവിധാനങ്ങളും ഓൺലൈൻ മേഖലകളെല്ലാം ഇന്ന് തുറന്നിട്ട് കൊടുക്കുന്നത്. അവർക്ക് ഇന്ന് തിരുത്താൻ ഏറ്റവും നല്ല വഴി മതം കൊടുക്കലാണ്. ലഹരിയല്ല, പ്രണയചാപല്യങ്ങളല്ല, ഊരാക്കുടുക്കുകളല്ല, അടിപിടികളല്ല പരിഹാരം. അവർക്ക് പരിഹാരം മതം നൽകുന്നൊരു സുരക്ഷിത ബോധമുണ്ട്. ഇന്നത് പാടില്ല മോനെ, ഇന്നതേ പറ്റുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുക. അവരോട് മാന്യമായി പെരുമാറുക. ഇന്ന് നാട്ടിൽ ഇല്ലാത്തൊരു പ്രശ്നമാണ്. വാപ്പ അല്ലെങ്കിൽ വാപ്പാന്റെ പ്രായക്കാര് മക്കളെ ചൂണ്ടിക്കാണിച്ച് പറയും, ഇവനൊക്കെ ഏത് തലമുറയിലാ ജീവിക്കുന്നത്. മക്കള് വാപ്പാനിമാനെ ചൂണ്ടിക്കാണിച്ച് പറയും, ഇവരൊക്കെ തന്തവൈബായിട്ട് നടക്കുക, ഇതിനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇതിന്റെ ഇടയിൽ കുറച്ച് യുവാക്കൾ ഉണ്ടാവും, ഓലാണ് ഇവരോട് എന്താ പറയാ, 2 കൂട്ടരും ഇടയിൽ നിൽക്കും വേണം. തുറന്ന് സംസാരിക്കുക, മാന്യമായി എല്ലാവരോടും പെരുമാറുക. മക്കളോട് ഏറ്റവും മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയുക. മാതൃകാ ദാമ്പത്യത്തിന് സന്നദ്ധരവ. മക്കൾ നന്നാവാനേ മക്കളെ കൊണ്ടുപോയി കൗൺസിലിംഗ് കൊടുക്കല്ല. ആദ്യം ചെയ്യേണ്ട പണി ഉമ്മയും ഉപ്പയും നന്നാകുക, വീട്ടിലെ കലഹങ്ങൾ ഒഴിവാക്കുക, നല്ല മനോഹരമായ ദാമ്പത്യത്തിന് തയ്യാറാകുക. ഞാൻ എല്ലാം കൂടി പറഞ്ഞു പോകണ്ടല്ലോ, എല്ലാത്തിലും കൂട്ടി വന്നിട്ടുണ്ട്. ഏറ്റവും നല്ല ഒരു മക്കളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയണോ? നല്ല വാപ്പയായി, നല്ല ഉമ്മയായി മാറുക. കല്യാണത്തിന് മുമ്പ് നമ്മളോട് എന്താ പറഞ്ഞോ? ദീനുള്ളതിനെ നോക്കിക്കോ. എന്തേ? ഇനി വരാൻ പോണ മക്കൾക്ക് ദീന് കൊടുക്കേണ്ട ആളാണത്. ഇനി വരാൻ പോകുന്ന നമ്മുടെ തലമുറക്ക് ദീന് കൊടുക്കേണ്ട ആളാണ് പുതിയാപ്പിളയും പുതിയണ്ണൊക്കെ. കല്യാണ ദിവസം ദീനുണ്ടാവണം. വിവാഹ ആഭാസങ്ങൾ പെരുകാണ്, വിവാഹ ആഭാസങ്ങളും പേക്കൂത്തുകളും പെരുകയാണ്. കുടുംബത്തിൽ ഒരുപാട് ബാധ്യത വരുത്തുകയാണ്. ഒരു നിക്കാഹിന് പോയി സംസാരിക്കാൻ, ഖുത്ബ നടത്താൻ പറ്റാത്ത അവസ്ഥ വരികയാണ്. മാന്യമായി പോയി ഭക്ഷണം കഴിച്ചു പോരാൻ പറ്റാതെയാവാണ്. അവിടുത്തെ പാട്ടും കൂത്തും കാരണം കൊണ്ട് കല്യാണത്തിന് വന്നോർക്ക് എന്തൊക്കെ വർത്താനം സുഖാണോ എന്ന് ചോദിക്കാൻ പോലും പറ്റണില്ല. പാട്ടിന്റെ ശല്യം കാരണം ചോറയിച്ച് വേഗം പോരുകയാണ്. എന്ത്? അവിടെ നിന്നിട്ടൊരു കാര്യമില്ല മോനെ, എല്ലാരും കാണുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റണില്ല. പടക്കം പൊട്ടിക്കണ് അല്ലേ,
ബോംബെറിയാണ് കല്യാണ വീട്ടിലേ. എന്തൊക്കെ കഥയാത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മനോഹരമായ ഒരു കല്യാണം കഴിഞ്ഞു. ഒരു അലമ്പും ഉണ്ടായില്ല, എല്ലാവരും സമാധാനിച്ചു. നല്ല ചെറുപ്പക്കാരിട്ട് നല്ല കുട്ടികൾ. ഈ പയ്യന്മാര് പുതിയാപ്പിളന്റെ ചെക്കന്മാര് ടീം പോയിട്ട് ഈ പെണ്ണിന്റെയും ചെക്കന്റെയും മണിയറയിലേക്ക് വാട്ടർ കണക്ഷൻ പൈപ്പ് എടുത്തിട്ട് ഒറ്റ വെക്കങ്ങട്ട്. നല്ല പൈപ്പേ മോട്ടർ ഓണാക്കിയിട്ട് ആ റൂമിലേക്ക് അങ്ങ് വെള്ളടിച്ചു. ഷോക്കടിച്ചിട്ട് രണ്ടാളും മരിച്ചു. ഒരു രാത്രി കടന്നുറങ്ങാൻ സമ്മതിച്ചില്ല. ഏലത്തൂര് ഖബർസ്ഥാനിലുണ്ട്, പോയി അന്വേഷിച്ചു നോക്കിങ്ങൾ. കല്യാണം, പേക്കൂത്തുകൾ, തോന്നിയാസങ്ങൾ ഈ വാടാനപ്പള്ളിയിലും തൃപ്രയാറിലും ചൂലൂരിലും അങ്ങനെ പണം കൊണ്ട് തോന്നിയാസം കളിക്കാൻ ആരെങ്കിലുമൊക്കെ മെനക്കെട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ദുരന്ത ഫലങ്ങൾ ഇന്നും നാളെയുമല്ല നമ്മുടെ ജീവിതത്തിൽ വരെ ഏതു ഘട്ടത്തിലും സംഭവിക്കാമെന്ന ബേജാറുണ്ടായിക്കോട്ടെ. മാതൃകാ ദാമ്പത്യത്തിന് തയ്യാറാകുക, മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കാൻ തയ്യാറാകുക. ഞാൻ ഫോൺ തന്നില്ലേ, ഞാൻ ബൈക്ക് തന്നില്ലേ, ഞാൻ ഷവർമ്മ മേടിച്ചെന്നില്ലേ, പോരാ, നിങ്ങളുടെ സമയം കൊടുക്കണം. എൻ്റെ സമയം കൊടുക്കണം. അവരെ കൂടെ ഇരിക്കാൻ പറ്റുന്ന സമയം അവരെ കൂടെ ഇരിക്കണം. അവർക്ക് അവരെ ഉപദേശിക്കാൻ അർഹതയുള്ളൂ. അവർക്ക് വേണ്ടി സമയം കൊടുത്ത് സ്നേഹിച്ചവർക്ക് അവരെ അടിക്കാനും തിരുത്താനും അർഹതയുള്ളൂ. അല്ലാത്തവർ വെറും എന്തിനാണ് ശകാരിക്കാൻ മാത്രമാണോ വാപ്പിയമ്മി? അവരോടൊപ്പം സമയത്തിന് കൊടുക്കണം, അവരോടൊപ്പം യാത്രയിൽ ഉണ്ടാവണം, അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനുണ്ടാവണം. ഒരിക്കലും പോലീസായി മാറരുത്, കൂട്ടുകാരായി മാറണം. നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ചങ്ങാതിയായി മാറണം. വാപ്പാനോട് എന്തും പറയാന്ന് ചങ്ങായിയായി പോലെ കുട്ടിക്ക് തോന്നണം. കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നമ്മുടെ പെൺകുട്ടിക്ക് തോന്നണം, എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ ആ ചെക്കൻ്റെ ശല്യം വല്ലാതെ ഓവറാവുന്നുണ്ട്, എൻ്റെ ഉമ്മാനോടൊന്ന് പറയണം. കുട്ടികൾ പറയും, കൊന്നാലും ശരി ഉമ്മാനോടും ബാപ്പാനോട് പറയല് സാറേ, ഐറ്റങ്ങൾ ഞങ്ങളെ തച്ചു കൊല്ലും. അംഗീകരിക്കൂല. നമ്മുടെ കുട്ടി ഒരു ലഹരി പ്രശ്നത്തിൽ അടിമപ്പെട്ടു എന്ന് വിചാരിക്കാം. കൊല്ലങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ അറിഞ്ഞെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുക? ആകെ 2 കൈയും കൂട്ടിക്കെട്ടി 4 തല്ലും. സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലൊരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൂട്ടിക്കെട്ടി തല്ലുകയാണോ ചെയ്യുക? അല്ല, അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. എന്തോ സാഹചര്യം കൊണ്ട് നമ്മുടെ മക്കൾക്കത് സംഭവിച്ചുവെങ്കിൽ എല്ലാവരും മനസ്സിലാക്കുക, ആദ്യം കൊണ്ടുപോയിട്ട് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. എന്നിട്ട് അയാൾക്ക് എത്ര കൊല്ലത്തിന് പഴക്കണ്ടെന്ന് അന്വേഷിക്കുക. എന്നിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തേക്ക് പോവുക. അവന് സ്നേഹിക്കുക, പതുക്കെ ചേർത്ത് പിടിക്കുക, എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുക. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ നമ്മുടെ കുട്ടി നന്നാവും. അതിന് നമുക്ക് സാധ്യമാകണം. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പടച്ച റബ്ബിനോടുള്ള ഒരു മനോഹരമായ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ. ല്ലേ, ഇണ നന്നാവാൻ, ഭാര്യ നന്നാവാൻ, ഭർത്താവ് നന്നാവാൻ കാത്തിരിക്കുന്നവരെ പടച്ചവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഏത് മനസ്സിനെയും മാറ്റാൻ കഴിവുള്ളവനാണ്. ജീവിതത്തിൽ നന്നാകാൻ ഒരു പിടി അവസരങ്ങൾ പടച്ച റബ്ബിന് നൽകാൻ കഴിയും. എത്രയെത്ര അത്ഭുതങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് നന്നാവൂല, എൻ്റെ ഭാര്യ നന്നാവൂല എന്നാരും തീരുമാനിക്കണ്ട. പടച്ചോനെ, എൻ്റെ ഭാര്യയെ നന്നാക്കി തരണേ, കൺകുളിർമ തരണേ എന്ന പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മുടെ സമൂഹത്തിൽ ഇന്നും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒട്ടനേകം ആശയധാരകളും ചിന്താധാരകളും നമ്മുടെ തലമുറയെ, ക്യാമ്പസുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ധാരണകളെ നമുക്കൊന്ന് ചെറിയ രൂപത്തിലെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ 16-ാമത്തെ ഒരു ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. നമ്മൾ 2:30 വന്ന നമ്മളാണ്. മണി 10 മണിയായി, ഇതുവരെ വേണം വന്നിട്ട് ആവശ്യമില്ലാത്ത സൗണ്ട് കൂട്ടും. നമ്മളോട് പിടിച്ചെടുത്ത് കുറ്റി അടിച്ച് നിർത്തിയാണ്. വീട്ടിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങാതെ വേണമെന്ന് കാണാനുള്ള ആഗ്രഹം കൊതിയും കൊണ്ട് വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറായിട്ടാണ്? നമ്മൾ 2:30 വന്ന് നമ്മളാണ്, 2:30 തൊട്ട് വന്ന് നമ്മളാണ്. നമുക്ക് വേടനെ കണ്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് വേടൻ ഇവിടെ എത്തണം. 2 മണിയോട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 8:30 ഷോ തുടങ്ങും പറഞ്ഞിട്ട് മണി 10 മണിയായി. നമ്മളിനി എപ്പോഴാണ് വീട്ടിൽ പോണത്? ഇപ്പൊ ഷോ തീരാറായില്ലേ? 10:30 ഷോ തീരുമെന്ന് പറഞ്ഞു. 8:30 തുടങ്ങാൻ ഷോ. ഉച്ചയ്ക്ക് 2 മണിയോട്ട് നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങി. മതി, മനസ്സിലായല്ലോ. ലഹരിയുമായി ബന്ധപ്പെട്ടൊരു കേസിൽ പിടിക്കപ്പെട്ട ഒരു യൂട്യൂബ് വ്ളോഗർ, മൂപ്പര് ജയിലിൽ നിന്ന് ഇറങ്ങി ജാമ്യം കിട്ടി ഇറങ്ങി അടുത്ത പരിപാടിയിൽ കാണാൻ വേണ്ടി ഉച്ചക്ക് 2:30 വന്ന് നിൽക്കുകയാണ്. രാത്രി 8:30 ആള് വന്നിട്ടില്ല. ഞങ്ങൾ വീട്ടിലും കൂടി പറയാതെ വന്നിക്കണ്, ഞങ്ങൾക്ക് ഇപ്പം കാണണം. ഇത് ചിരിച്ചു തള്ളാവുന്നൊരു കേസല്ല. വളാഞ്ചേരിയിൽ, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി, എൻ്റെ കോളേജിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് ഒരു തൊപ്പി എന്ന് പറയുന്നൊരു വ്ളോഗർ വന്നു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്.
അവൻ്റെ തെറിയും അവൻ്റെ കോട്ടിക്കൂട്ടിലും എല്ലാം കൂടി കണ്ടാൽ നമ്മൾ വെറുപ്പോടെയാണ് നോക്കുക. ഈ മനുഷ്യനെ കാണാൻ വേണ്ടി 4ാം ക്ലാസ്സുകാർ 3ാം ക്ലാസ്സുകാർ വണ്ടി വിളിച്ചു വന്നിക്കാണ്. ഞങ്ങളെ മുത്താണ്, ഞങ്ങളെ ചങ്കാണ് പറഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, സിനിമയുടെയും യൂട്യൂബിൻ്റെയും വ്ളോഗർമാരുടെയും റീലിൻ്റെയും ലോകത്ത് അവർക്ക് പൂവിട്ട് പൂജിക്കുന്ന രൂപത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അവർ എന്തു ചെയ്താലും പച്ചത്തേറി സ്റ്റേജുമ്മ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ആ മനുഷ്യൻ. അതൊന്നും പ്രശ്നമില്ല, ഹീറോ ആണ് ഞങ്ങളുടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം എതിർക്കപ്പെടുന്നു, വിമർശിക്കുന്നു, അവിടുത്തെ കല്യാണങ്ങളെ ചോദ്യം ചെയ്യുന്നു, പ്രവാചകനെ ക്രൂരനായി ചിത്രീകരിക്കുന്നു. ഒരു മനുഷ്യനും മിണ്ടാട്ടില്ല, ആരും സംസാരിക്കാനില്ല, ആരും മെസ്സേജ് അയക്കാനില്ല, സ്റ്റാറ്റസ് വെക്കാൻ ഒരു മനുഷ്യനില്ല. ഇത്തരം ആളുകൾക്ക് വേണ്ടി ഓടി നടക്കാൻ നമുക്കൊരു ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ പിന്നാലെ നടക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട് നമുക്ക് വേണ്ടി. അവസാനം പരലോകത്ത് വരെ ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നേതാവുണ്ട് നമുക്ക്. നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ നന്മകൾ പഠിപ്പിച്ചു തന്ന ആ നേതാവിനെ സ്നേഹിക്കാൻ, മാതൃകയാക്കാൻ ഈ ഉമ്മത്ത്, ഈ ഖൗമ്, പുതിയ തലമുറ, പുതിയ കാലം മുന്നോട്ട് വരേണ്ടതുണ്ട്. എത്രയെത്ര അപകട സാധ്യതകൾ നിറഞ്ഞ ഒട്ടനേകം മാർഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ അക്രമങ്ങൾ അഴിഞ്ഞാടുകയാണ്, മോഷണങ്ങൾ പെരുകുകയാണ്, കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ എല്ലാ സീമകളും കടന്നു പോവുക. അവിഹിത ബന്ധങ്ങൾ കുടുംബജീവിതത്തിൽ വിവാഹിതരിലും അല്ലാതെയും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മാന്യമായി കല്യാണം കഴിക്കാൻ ധൈര്യപ്പെടാത്ത തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. കോളേജുകളിൽ, ക്യാമ്പസുകളിൽ അത്തരത്തിലുള്ള ക്രഷുകളും അതുപോലെ തന്നെയുള്ള ബന്ധങ്ങളുമൊക്കെയായി, ബെസ്റ്റുകളുമൊക്കെയായി കൂത്തരങ്ങ് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇസ്ലാം പറയുന്നത് വിവാഹമാണ് പരിഹാരം. അപ്പം എന്ത് ചെയ്യുന്നു? വിവാഹം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഇതിൻ്റെ അപകടമാണ് പുതിയ തലമുറയിൽ ഇത്തരത്തിൽ ലിബറലിസത്തിൻ്റെ കുത്തഴിഞ്ഞ അരങ്ങ് വാഴുന്ന കാഴ്ചകൾ കാണുന്നത്. മാത്രമല്ല, ബന്ധങ്ങൾക്ക് പോലും പുതിയ കാലഘട്ടത്തിൽ നമുക്കിടയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ബാപ്പ ഉമ്മ എന്ന കാഴ്ചപ്പാട് നമ്മുടെ തലമുറ കഴിഞ്ഞാൽ ഇനി എവിടേക്ക് പോകും? ഇപ്പോഴുണ്ടോ? ബാപ്പ അപ്പുറത്ത് സുഖമില്ലാതെ കിടക്കുന്നു, മകൻ ഇപ്പുറത്തിരുന്ന് ഫോൺ നോക്കിയിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പുറത്ത് ചങ്ങാതി ഒന്ന് മറ്റൊരു കാര്യം പറഞ്ഞാൽ അവൻ ആരുടെ ഭാഗം എടുക്കും? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാന്റെ കോപം. അള്ളാനെ ആരാധിക്കണം, ലാ തുശ്രികൂ ബിഹി ശൈഅ, ശിർക്ക് ചെയ്യരുത്. അടുത്ത ഉപദേശം എന്താ? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. എന്നാ പുതിയ ആൾക്കാർ പറയണത് വാപ്പിയമ്മയും അങ്ങനെയൊക്കെ ചെയ്തു എങ്കിലും നമ്മളിപ്പോൾ എന്തിനാ ബാപ്പാനിമ്മാനൊക്കെ നോക്കേണ്ട ആവശ്യം? അതൊന്നും നമ്മൾ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് ജില്ലകളിൽ, ഓരോ ജില്ലയിലും 100ഉം 110ഉം തൃശ്ശൂർ ജില്ലയിലും പാലക്കാടും ഒക്കെയുണ്ട് അന്തേവാസികളായി വീടുകളിൽ നിന്ന് ഒഴിച്ചു മാറ്റി താമസിപ്പിക്കുന്ന ഒരുപാട് പുതിയ പുതിയ പേരിട്ട, എന്തു പറയില്ല, വൃദ്ധസദനെന്ന് വിളിക്കൂല, പേര് മാറ്റിയിട്ടുണ്ട്. ഓൾഡ് ഏജ് ഹോം എന്നോ അതല്ലെങ്കിൽ തണലെന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പേരൊക്കെ മാറ്റിയിട്ടിട്ട് ആശ്രമ കേന്ദ്രങ്ങൾ പോലെ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നാക്കുകയാണ്. ഒരു രംഗം ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വാപ്പയും ഉമ്മയും ഹയാത്തിലുണ്ടെങ്കിൽ ഇതാണ് അവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളില്ല എങ്കിൽ. ഈ കാണുന്ന രംഗം ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ, എൻ്റെ വീഡിയോന്റെ കൂടെ. ഇവർക്കൊക്കെ മക്കളുണ്ട്, ഇവർക്കൊക്കെ കുടുംബമുണ്ട്, ഇവർ സംരക്ഷിച്ച, വളർത്തി വലുതാക്കിയ ഒട്ടനേകം ആളുകളുണ്ട്. അവസാനം കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ പൈസ കൊടുത്താൽ അമ്മിഞ്ഞ പാലും വില പേശി വിൽക്കുന്ന അഹങ്കാരത്തിമിരിന്റെ കാലം. അമ്മയ്ക്കും പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം. ഇത് കിയാമത്തിൻ അടയാളം. ഇത് സൗണ്ട് ഒന്ന് ഓഫാക്കിയാൽ മതി, സ്ക്രീനിലെ സൗണ്ട് ഓഫാക്കിയാൽ മതി. നോക്ക് നിങ്ങൾ, ഇത്രയും
ഒരു കുടുംബത്തിന് വേണ്ടി എല്ലാ ത്യാഗവും സഹിച്ച് അവസാനം ഇതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വിചാരിച്ചു കൊണ്ടുപോയി അവരെ ആക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ കണ്ണുകൾ പറയുന്നത് എന്താണ്? എൻ്റെ ഉത്തരവാദിത്വം എത്ര വലുതാണ്. നമുക്ക് വേണ്ടി സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ഉരുകിത്തീർന്ന വിയർത്ത് കുളിച്ച് ജീവിച്ച സ്വന്തം ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ മാറ്റിവെച്ച മാതാവിനെ പിതാവിനെ കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ ആക്കിയാൽ എൻ്റെ ബാധ്യത തീർന്നു എന്ന് വിചാരിക്കുന്നവർ, ഈ മൊബൈലും ഈ ജോലിയും എൻ്റെ വീടും എൻ്റെ പറമ്പും എൻ്റെ കളിയും എൻ്റെ ടർഫും ഇതൊക്കെ മതി എന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആരോട് എന്ന് ചോദിച്ചപ്പോ ഉമ്മുക്ക, നിന്റെ ഉമ്മാനോട്. ആ ഉമ്മയുടെ വാക്കുകൾക്ക് വിലയുണ്ടോ? ആ ബാപ്പയുടെ വാക്കുകൾക്ക് വിലയുണ്ടോ? ഉഖൂഖുൽ-ഉമ്മഹാത്ത്, മാതാക്കളെ ധിക്കരിക്കുക എത്ര വലിയ മോശമായ കാര്യമായിട്ടാണ് പഠിപ്പിച്ചത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ, ചേർന്നൊരു പ്രയോഗം ഉണ്ടാവരുത്, തുറിപ്പിച്ചൊരു നോട്ടമുണ്ടാകരുത്, ആട്ടി അകറ്റരുത് അവരെ. കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം. നമ്മുടെ സ്നേഹവും നമ്മുടെ പണവും നമ്മുടെ സമയവും ഊർജ്ജമൊക്കെ കിട്ടേണ്ട ആളുകളാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും. അവസാന നിമിഷത്തിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ, ഒന്ന് കൈകൾ തലോടിക്കൊടുക്കാൻ, മരണാസന്നനായി കിടക്കുമ്പോൾ ലക്കിനോ മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ ഒരു മകൻ നമുക്കുണ്ടാവുക എന്ന് നമുക്ക് ആവശ്യമായി മാറണം. മരിച്ചാലും പ്രതിഫലം കിട്ടുന്ന നന്മയായി വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം അവന് വലിയ നേട്ടമാണ്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് ഈ ഒരു ദിവസം മറക്കാനാവാത്ത മറ്റൊരു സംഭവം കൂടെയാണ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. ലഹരിയുടെ എല്ലാ നിലക്കുമുള്ള കെടുതികൾ, മദ്യം ഒരു ഭാഗത്ത്, സിഗരറ്റ് ഒരു ഭാഗത്ത്, അല്ലെ, സിഗരറ്റ് കടകൾ, അങ്ങാടികളിലെ കടകളിൽ നിന്ന് വിറ്റുകൊണ്ടിരിക്കുക. ആരെങ്കിലും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്നത് ഹറാമാണ്. ഈ നാട്ടിലെ ക്യാൻസർ പരത്തുന്ന വ്യക്തി ആരാണ്? ആ കടയിലെ സിഗരറ്റ് വിൽക്കുന്ന മനുഷ്യനാണ്. അറിഞ്ഞുകൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യലാണ് ബീഡിവലി. വയസ്സന്മാരൊക്കെ അതിന്റെ പിന്നിലാ, ന്യൂ ജനറേഷനൊക്കെ MDMന്റെ പിന്നിലാ. കുറെ ആൾക്കാർ പൈസ ഇല്ലാത്തതുകൊണ്ട് കള്ളും കുടിച്ച് നടക്കുക. ഏത് ലഹരിയാണെങ്കിലും കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. പുകവലി തീർത്തും നമുക്ക് പറ്റൂല, അതും ഹറാമിൽ തന്നെയാണ്. ലഹരി ഉണ്ടാക്കുന്ന സാധനമാണ്. ആ ചുണ്ടിലേക്ക് വലിക്കുന്ന ആ സിഗരറ്റ് കുറ്റി കൊണ്ട് നീ ആ വലിച്ചൂതിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് രോഗം കൊടുക്കുകയാണ്, നീ സ്വയം രോഗിയാകാണ്. ആ ചുണ്ടുകൾ കൊണ്ട് നിന്റെ ദാമ്പത്യത്തിൽ ഒരു മനോഹരമായ ചുംബനം കൊടുക്കാൻ പറ്റുമോ? നിന്റെ പേരക്കുട്ടിനെ ഒന്ന് ആത്മാർത്ഥമായി ചുംബിക്കാൻ നിനക്ക് പറ്റുമോ? അവസാനം മരിക്കുന്ന സമയത്ത് എല്ലാവരും ശപിച്ചു പറയും, അയാൾ ബീഡി വലിച്ചിട്ടാണ് ഈ രോഗത്തിന് കാരണമായത്. എല്ലാവരും ശപിച്ചുകൊണ്ടാണ് അയാളെ യാത്രയാക്കുക. അയാൾ മരിച്ചു കഴിഞ്ഞാലും ആളുകൾ പറയും, അയ്യോ അയാൾ ഭയങ്കര ചെയിൻ സ്മോക്കറായിരുന്നു. വലാ തുൽഖൂ ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നാശത്തിലേക്ക് വലിച്ചിഴക്കപ്പെടരുത്. സ്വയം അറിഞ്ഞുകൊണ്ട് ഇത് മരണക്കണിയാണ്, അല്ലെ, നമ്മുടെ ശവപ്പെട്ടിയാണ്. ആ സിഗരറ്റിന്റെ മുൻഭാഗത്ത് തീ ഇങ്ങനെ കൊളുത്തുമ്പോൾ അതിൻ്റെ ബാക്കിൽ എൻ്റെ ശവപ്പെട്ടിയാണ് എന്ന സൂചന ആ 2 പോസ്റ്ററുകളിൽ ഉണ്ട് എന്ന് ഒന്ന് തിരിച്ചറിയുകയും ഒരു കാരണവശാലും ഇത് മാറ്റിവെക്കാൻ ഇനി ഒരു ചികിത്സക്ക് ആവശ്യമാണെങ്കിൽ ഇന്ന് ധാരാളം ചികിത്സകൾ പോലുമുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ നാടിനോട് കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ മാതൃകയാണ് ഞാൻ ലഹരിക്കാരനല്ല. നമ്മൾ ലഹരിക്കെതിരെ ഒരുപാട് പരിപാടികളൊക്കെ പുറത്തൊക്കെ നടത്തുന്നുണ്ട്. ആദ്യത്തെ പരിപാടി നമ്മളെ വീട്ടിലാണ്. ഭാര്യ, വാപ്പ, ഉമ്മ, മക്കൾ, കോളേജ് പഠിക്കുന്ന മക്കൾ എല്ലാവരും ഞങ്ങൾ ഇതിന് എതിരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒത്തൊരുമയോടെ സ്നേഹത്തോടെ ഈ ചൂലൂരിൻ്റെ ദഅ്വാ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിക നന്മകളിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാവണം. തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തോട് തഖ്വയോട് നമ്മളെല്ലാവരും സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് സഹകരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മുടെ ദിവസം കുറിക്കപ്പെടും. നമ്മൾ ലോകത്തുനിന്ന് വിട പറയും.